Hello, a very warm welcome. All of you might be a bit confused seeing the thumbnail of this video. Why should I study grammar? Or to be more specific, why should I study Hindi grammar? व्याकरण क्यों पढ़ना है मुझे? व्याकरण सीखने के उद्देश्य क्या क्या हैं? Objectives of grammar learning or teaching, whatever it is. എന്തിനാണ് നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്? ഒരു സിമ്പിൾ ചോദ്യമാണ്. ഗ്രാമർ ക്ലാസ്സസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ഇൻട്രോ. എന്തിനാണ് ഗ്രാമർ പഠിക്കുന്നത്? അത് ഏത് ലാംഗ്വേജിലായാലും ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രാമർ ടീച്ചിങ് എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഹോൾ ലോട്ട് ഓഫ് ലിസ്റ്റ്. വ്യാകരൺ ശിക്ഷൺ കെ ഉദ്ദേശ് എന്ന് പറഞ്ഞ് യു വിൽ ഗെറ്റ് സോ മെനി ഒബ്ജക്റ്റീവ്സ് ലൈക്ക് ശുദ്ധ ലിഖ്നെ തഥാ പഠ്നെ के लिए, to get clarity in a particular language you learn. That's why you learn grammar. Or you can say शुद्ध भाषा के प्रयोग सीखने के लिए, proper usage of a language. To know the proper usage you learn grammar of that particular language. Or maybe रचना और सर्जनात्मकता के लिए, as far as creativity is concerned, you write a story, you write a poem, or maybe a novel, you should be aware of the grammatical usages of that particular language. In that way, you will get a whole lot of objectives. Even I used to think, why should we learn grammar? Because traditional grammar learning, it's a bit boring thing, I should say. Traditional way of teaching grammar as well as learning grammar എന്താണെന്ന് നോക്കാം. First, you have to memorize rules, you have to follow the rules, and you have to speak whatever language. ആദ്യം മെമ്മറൈസ് ചെയ്യും കുറേ നിയമങ്ങൾ, കുറേ ടഫ് റൂൾസ്. അത് ഹിന്ദി ഗ്രാമർ ആകുമ്പം കുറച്ചുകൂടെ പേരുകളൊക്കെ നമുക്കൊരു പരിചയമില്ലാത്ത കുറേ പേരുകളൊക്കെ വരും. അപ്പോൾ തന്നെ നമുക്കൊരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് അതിനോടൊരു വിരക്തി തോന്നാൻ സാധ്യതയുണ്ട്. ഐ ഫീൽ ആസ് എ ഗ്രാമർ സ്റ്റുഡൻറ്റ് ഐ ഫീൽ വെരി മച്ച് ബോർഡ്. ഹിന്ദി ഗ്രാമറിൻ്റെ ഓരോ പദങ്ങൾ കാണുമ്പം തന്നെ എനിക്ക് പേടിയാവും. ഹിന്ദി ഗ്രാമറിൻ്റെ ഓരോ പദങ്ങൾ, അതിൻ്റെ പേരുകൾ കാണുമ്പം തന്നെ നമുക്ക് കൺഫ്യൂസിങ് ആവും. ദെൻ യു ഹാവ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് ദെൻ യു ഹാവ് ടു സ്പീക്ക് ദാറ്റ് ലാംഗ്വേജ്. ആ സ്പീക്ക് ചെയ്യുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ആവുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ദ ഓൺലി വേ. ഈ ട്രഡീഷണൽ വേ മാത്രമല്ല ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാനുള്ളത്. യു ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ദിസ്. യു ലിസൺ ടു പീപ്പിൾ, ഡു വാട്ട് ദേ ഡു, ആൻഡ് ദെൻ യു സ്പീക്ക്. നമ്മൾ കേൾക്കുക, അവർ പറയുന്ന പോലെ നമ്മളും പറയാൻ ശ്രമിക്കുക, നമ്മൾ സ്പീക്ക് ചെയ്യുക. ഇപ്പം നമ്മളൊരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് ഈ തേർഡ് പോർഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ടു സ്പീക്ക് നമുക്ക് കിട്ടുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. ഹിന്ദി സ്പീക്കിങ്ങിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ട്രഡീഷണൽ വേ ഓഫ് ഗ്രാമർ ലേണിംഗ് ആയാലും യു മെമ്മറൈസ് റൂൾസ്. ഓക്കെ, നമ്മുടെ സ്കൂൾസിലെല്ലാം ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്, കാലാകാലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. യു ഫോളോ ദ റൂൾസ്. നമ്മൾ ഹിന്ദി എഴുതാൻ ഭയങ്കര മിടുക്കരാണ്, നമ്മൾ റൂൾസ് ഫോളോ ചെയ്യും. ഈവൺ എൻ്റെ പല പ്രൊഫസേഴ്സ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന അവരൊക്കെ പറയുന്നത് നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് വളരെ നല്ലതാണ് ഹിന്ദിയിൽ. കാരണം നമ്മൾ ഗ്രാമർ റൂൾസ് വളരെയധികം ഫോളോ ചെയ്യും, വളരെ പെർഫെക്റ്റാണ്. അവർ യൂസ് ചെയ്തതിനേക്കാളും നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് വളരെ പെർഫെക്റ്റാണെന്ന് അവർ പറയുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ് നമുക്കതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഹിന്ദി സ്പീക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ അവിടെ നമുക്കൊരു ബ്ലോക്ക് വരുന്നു. ആൻഡ് അതർ വേ ഓഫ് ലേണിംഗ് ഓൾസോ, യു ലിസൺ ടു പീപ്പിൾ, ഡു വാട്ട് ദേ ഡു, യു സ്പീക്ക്. അവിടെയും സ്പീക്ക് നടക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ വ്യൂവിലാണെങ്കിൽ വൈ യു സ്റ്റഡി ഗ്രാമറിൻ്റെ ബെസ്റ്റ് തിങ് ഈസ് ഫോർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആവാനായിരിക്കണം നമ്മളെപ്പോഴും ഗ്രാമർ പഠിക്കേണ്ടത്. ദ മോർ യു ലിസൺ, ഞാൻ എപ്പോഴും പറയും, നമ്മൾ വെബ് സീരീസ് കാണാം, ഹിന്ദി ഫിലിംസ് കാണാം, നമുക്ക് ലാംഗ്വേജ് വൊക്കാബുലറി എല്ലാം ഇൻക്രീസ് ആവും. നമ്മളതിൻ്റെ സബ് ടൈറ്റിൽസ് ഇല്ലാതെ തന്നെ കാണണം. സബ് ടൈറ്റിൽസ് വെച്ച് കാണുകയാണെങ്കിൽ നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. സോ ഇംപ്രൂവിങ് യുവർ ലാംഗ്വേജ് സ്കിൽ ഈസ് ടു ലിസൺ ടു പീപ്പിൾ സ്പീക്കിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഇപ്പം നമുക്ക് ഇംഗ്ലീഷാണ് നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് കേൾക്കണം, എന്നാലല്ലേ നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കെയുള്ളൂ. എനിവേ, ഐ പേഴ്സണലി ഫീൽ reasons to study grammar is for better communication, because number one point,
different languages have different structure. ഇംപ്രൂവിങ് യുവർ നോളജ് അബൌട്ട് ഇറ്റ് സ്ട്രക്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ ഭാഷയ്ക്ക് ഓരോ ഘടനയാണ്, ഓരോ രൂപമാണ്, ഓരോ സ്ട്രക്ചറാണ്. അപ്പോൾ ഹിന്ദി ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് ഇംപ്രൂവ്സ് യുവർ വൊക്കാബുലറി. നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമ്മുടെ ദ മോർ വേർഡ്സ് യു നോ അബൌട്ട് എ പെർട്ടിക്കുലർ ലാംഗ്വേജ്, നമ്മൾ സംസാരിക്കുമ്പോൾ ആ വേർഡ്സൊക്കെ താനേ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ പേപ്പർ വായിച്ചാലല്ലേ, ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ചാൽ നമുക്ക് ഒരുപാട് വൊക്കാബുലറി ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ഹിന്ദി വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും ഗ്രാമർ പഠിക്കുകയാണെങ്കിൽ. ആൻഡ് യു ഗെറ്റ് ടു നോ ഹൗ ദ ലാംഗ്വേജ് വർക്ക്സ്. ഓരോ ലാംഗ്വേജ് ഓരോ രീതിയിലാണ്. ഇപ്പം നമ്മളൊരു ഹിന്ദിയിൽ ഒരു സെൻറ്റൻസ് അപ്പാടെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ഒരു സെൻസാണ്. ബിക്കോസ് എവറി ലാംഗ്വേജ് വർക്ക്സ് ഇൻ എ പെർട്ടിക്കുലർ വേ. അപ്പോൾ ഈ ഒരു ഗ്രാമർ സ്റ്റഡിയുടെ പർപ്പസ് എന്താണ്? ഫോർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് തിങ്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഹാവ് ഡിഫറെൻറ്റ് സ്ട്രക്ചർ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹിയർ പർട്ടിക്കുലർലി ഹിന്ദി ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ അറിയാനാണ് നമ്മൾ ഹിന്ദി വ്യാകരൺ പഠിക്കുന്നത്. നമ്പർ 2, ടു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി ആൻഡ് ടു നോ ഹൗ ദ ലാംഗ്വേജ് വർക്ക്സ്. സോ ടുവേർഡ്സ് എ ബെറ്റർ knowledge of Hindi language, let's learn grammar. അടുത്ത വീഡിയോയിൽ നമുക്കതിൻ്റെ ഒരു ഗ്രാമർ ക്ലാസ്സസിൻ്റെ ഒരു വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. കാരണം ഗ്രാമർ ഒരുപാട് ലോങ് വീഡിയോസ് ആയാലും നിങ്ങൾക്ക് ബോറാവും. അപ്പോൾ വിൽ അപ്ലോഡ് ഷോർട്ട് വീഡിയോസ് വിച്ച് വിൽ ഹെൽപ്പ് യു ലേൺ ഗ്രാമർ, ആൻഡ് ഇൻ ദാറ്റ് വേ ഇറ്റ് വിൽ ഹെൽപ്പ് യു ലേൺ ആൻഡ് ഗെറ്റ് ടു നോ ഹിന്ദി more in a better way. Thank you.